ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്, ചങ്ങലേരിയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാകും വിചാരിക്കണം. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശനിയാഴ്ച കേട്ടോ നമ്മൾ വന്നിട്ടുള്ള രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശനിയാഴ്ച ഞായറാഴ്ച ആയിട്ട് നമ്മൾ റിയക്ക് DHS സ്കൂളിൽ വെച്ചിട്ട് ഗൈഡിൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അവിടെ ആക്കി കൊടുത്തതിന് ശേഷമാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞായറാഴ്ചത്തെ ദിവസത്തെ രാവിലെയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഞാൻ രാവിലെ എണീച്ച് വന്നപ്പോൾ തന്നെ കണി കാണുന്നത് ഇതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മ നല്ല പത്തിരി പണിയിലാണ് കേട്ടോ. പണ്ട് മുതൽക്കേ അങ്ങനെയാണ്. രാവിലെ ഞങ്ങൾ മദ്രസക്ക് പോകുന്ന സമയത്ത് ഉമ്മ ചായയും കടി ഉണ്ടാക്കിയിട്ട് ശീലമായിട്ടുണ്ട് കേട്ടോ. അതേ ശീലം തന്നെയാണ് ഇന്നും. ഇപ്പോൾ കുറേ ആയിട്ട് ഉമ്മ ഇപ്പോൾ ഒറ്റക്കായ കാരണം കൊണ്ട് തന്നെ ഉമ്മ രാവിലെ എണീച്ചുമാരെ നിസ്കാരം കാര്യങ്ങളും മൂത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം മുറ്റടിച്ചു വരാൻ ഇറങ്ങും. മുറ്റടിച്ചു വരതിന് ശേഷമുള്ളൂ പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും മതി ചായ. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കില്ല കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുള്ള കാരണം കൊണ്ട് തന്നെ അത് രാവിലെ എണീച്ചിട്ട് പത്തിരിപ്പണിക്ക് തുടങ്ങിയിട്ടുണ്ട്. സ്വന്തം ചെയ്യണത് തന്നെ ആൾക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഒറ്റക്കല്ല ചെയ്യണത്. നമുക്ക് പേരക്കുട്ടികളുണ്ട് ചുറ്റോട് ചുറ്റും കേട്ടോ. അനിയത്തിൻ്റെ മക്കളും എൻ്റെ മക്കളൊക്കെ എണീച്ചിട്ടുണ്ട് ചിലരൊക്കെ. അപ്പോൾ ഉമ്മാൻ്റെ ഒപ്പം സംശയങ്ങൾ ചോദിക്കാനും പിന്നെ അതേപോലെ പണിയെടുക്കാൻ സഹായിക്കാനും ഒക്കത്തിനും ആൾക്കാരൊന്നും ഇഷ്ടം പോലെയാണ് കേട്ടോ. അപ്പോൾ അനിയത്തിൻ്റെ മോനാണിത്, രണ്ടാമത്തെ മകനാണ് കേട്ടോ. ഓന് ഞാൻ നല്ല അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. മാഷാ അല്ലാ, ഇങ്ങനെ അടുപ്പ് കത്തിച്ചിട്ട് തന്നെ ഓന് കാണുന്നത് ഇവിടെ വന്നിട്ടാട്ടോ. ഇവരൊക്കെ ഇങ്ങനെ കാണുന്നത്. നമ്മളൊക്കെ വീടുകളിൽ ഗ്യാസ് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളൊക്കെ കൂടുമ്പോഴാണ് ഇവിടെ അടുപ്പ് കത്തിക്കൽ കേട്ടോ. ഇപ്പം മീപ്പറ്റൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ അടുപ്പിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ കത്തിച്ചിട്ട് ഞാൻ ഓന് വെറുതെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച സംഭവം ഒന്നുമല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ പത്തിരി നല്ല രീതിയിൽ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ പറയാണ് ഉമ്മ എണീച്ച സമയത്ത് തന്നെ രാവിലെ എണീച്ചിട്ടുണ്ട്. എന്നിട്ട് ഉമ്മാൻ്റെ ഒപ്പം തൊള്ള നല്ല പറയുകയും ചെയ്യും, നല്ല സഹായിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറേ ആൾക്കാർ എണീച്ചിട്ടില്ല. നമ്മൾ റിയാഭാത്ത് ഇതിൽ കുറവാണ് കേട്ടോ. പിന്നെ തലേ ദിവസം താത്തയും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു തലേ ദിവസം രാത്രി തന്നെ പോയി, ശനിയാഴ്ച തന്നെ പോയി. അപ്പോൾ ഞായറാഴ്ചയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതാ രാവിലത്തെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്ക് പതിവ് പോലെ തന്നെ ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ ഞാൻ പറഞ്ഞല്ലോ, ഉമ്മ ഇപ്പോൾ കുറേ ആയിട്ട് ആദ്യം എന്നല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഉമ്മക്ക് വെളിച്ചം വന്നിട്ട് പിന്നെ മുറ്റടിച്ച് വരാൻ ഇഷ്ടമല്ല. അമ്മ അതിൻ്റെ മുന്നേ മുറ്റടിച്ച് വരും. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മ ചായയും കടിയൊക്കെ ഉണ്ടാക്കട്ടെ, അതിൻ്റെ ഇടയിൽ നമുക്ക് വന്ന് മുറ്റടിച്ച് വരാമെന്നുള്ളത് കേട്ടോ. ഞാനും മുറ്റടിച്ച് വരുന്നത് വല്ലപ്പോഴാണ് ഞങ്ങളെ വീട്ടിലൊക്കെ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇനിയിപ്പോൾ ഉമ്മക്ക് എന്തായാലും പണിയെടുത്തുകൊണ്ടിരിക്കല്ലേ, അപ്പം ഇന്നൊരു സഹായം ആകട്ടെ വിചാരിച്ചു. അപ്പോൾ ഞാനങ്ങനെ മുറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നേരം വെളുക്കുന്നുണ്ടല്ലോ. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണിക്കും ഇരുട്ട് പോലെ തോന്നിയിരുന്നു. ഇപ്പോൾ പിന്നെ നേരം വെളുക്കണ കാരണം കൊണ്ട് നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ ഇതാ ഞാൻ മുറ്റടിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ മതിലിൻ്റെ ഉള്ളിലുണ്ട് കുറേ കറിവേപ്പും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു തൈ ഉണ്ടായിരുന്നത് വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൈകൾ അപ്പുറത്തെ മതിലിൻ്റെ സൈഡിൽ കൂടിയാണ് മുളച്ച് നിൽക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ തൈ ഉണ്ടാകാനുള്ള പെടാപ്പാട് അല്ലേ. പിന്നെ ഈ സാധനം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്, ഞങ്ങളൊക്കെ മുറി കൂട്ടിയെന്നാട്ടോ പറയാം. നമുക്ക് ഈ ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വീണിട്ട് ഇങ്ങനെ ചെറിയ പരിക്കളൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ചാറ് ആ മുറിയിൽ വെച്ചിട്ട് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മുറി ഉണങ്ങും കേട്ടോ. അതുകൊണ്ടാണ് അതിന് മുറി കൂട്ടി എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക, സംഭവം ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനങ്ങനെ മുറ്റടിച്ചോലൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് കയറി വന്നതാണ്. അപ്പോൾ താത്ത തലേദിവസം കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അവളെ വീട്ടിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് ഈ ബബ്ലി നാരങ്ങ. അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പിന്നെ കോലായിൽ ഇതാ എല്ലാവരും ഉറക്കം കഴിഞ്ഞ് നീച്ചിട്ടുണ്ട്, പല്ലിയേക്കണു, ചായ കുടിക്കാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ അനിയത്തിൻ്റെ മക്കൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ചെറുതിനും തന്നെ കേട്ടോ ഇഷ്ടമാണ്, ഏറ്റവും ഇഷ്ടമാണ് ഇവിടെ. കാരണം നമ്മളൊന്നും വീട്ടിൽ പായ വിരിച്ചിട്ടൊന്നുമല്ലല്ലോ, ബെഡിലല്ലേ കിടക്കുന്നത്. പക്ഷേ ഇവിടെ വന്നവർക്ക് ഏറ്റവും ത്രില്ലുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ പായ ഇടൽ, മടക്കി വെക്കൽ, ഇതിൽ കടക്കലൊക്കെ ഭയങ്കര രസമാട്ടോ അവർക്ക്. തറവാട് വീടുകളിലല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകുള്ളൂ അല്ലേ. അപ്പോൾ ഒരു പായ മടക്കിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ അമ്മാൻ്റെ ചായയും കടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ കറി, നാടൻ രീതിയിലുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ എത്ര ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഇങ്ങനെ ഉമ്മ ഉണ്ടാക്കി തരുന്നത് തിന്നാൻ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ. പടച്ചോനവർക്കൊക്കെ ആയുസ്സും ആരോഗ്യ ആഫിയത്തൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ എന്തായാലും മക്കൾ ചായയും കടിയൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴത്ത് പോകണം. അപ്പോൾ നമ്മൾ വീടിൻ്റെ നേരെ താഴത്തേക്കുള്ള ഭാഗമാണ് കേട്ടോ ഇത്. ഈ കണ്ണ് ഓടിട്ട വീട്ടിലാണ് ചെറിയ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് പുതിയൊരു വീട് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണണം. എളാപ്പയും മേമയുണ്ട് താഴെ, ഓരോന്ന് കാണണം. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഞങ്ങൾ ഇവിടുത്തെ ഒരു 5-8 വീടുകളുണ്ട്, ആദ്യമുള്ള വീടുകൾ. അവിടുത്തെ വീട്ടിലത്തെ എല്ലാ മക്കളും ഒരു വീട്ടിൽ കഴിയുന്ന പോലെ കഴിഞ്ഞ ആൾക്കാരാട്ടോ. ഇപ്പോൾ കുറേ ആയിട്ട് പറഞ്ഞൊക്കെ കുട്ടികളും മക്കളും പ്രാരാബ്ദമൊക്കെ ആയ കാരണം കൊണ്ട് പലപ്പോഴും വന്ന് പോലെ അപ്പം തന്നെ പോകുന്ന ആൾക്കാരായതുകൊണ്ട് കുറേ ആയിട്ട് കാണലൊന്നുമില്ല. ഞങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. വന്നാൽ ഞങ്ങൾക്ക് തന്നെ കുറേ പരസ്പരം പറയാനും അതൊക്കെ ഉണ്ടാകും. അത് കാരണം കൊണ്ട് തന്നെ നമ്മളും പുറത്തൊന്നും ഇറങ്ങലില്ല, അങ്ങനെ വന്ന് അങ്ങനെ പോകൽ തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ഥലമൊക്കെ ഇപ്പോൾ അനിയൻ്റെയും പാൻ്റെയും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഓരോരുത്തർ ഇങ്ങനെ വിറ്റിട്ട് ഇപ്പോൾ പലരും വാങ്ങി അങ്ങനെ വീടുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഷെഡ് കാണുന്ന ഈ ഭാഗത്തായിരുന്നു ഞങ്ങൾ തറവാടുണ്ടായിരുന്നത്. അതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോഴൊക്കെ. പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ ചെറിയ അനിയൻ്റെ വീട് കേട്ടോ.
അപ്പോൾ മത്തനൊക്കെ ഉണ്ടായി കിടക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ വരുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഓരോട് തിരിച്ചു വരുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ നേരെ താഴെയാണ് നമ്മൾ ആങ്ങളൊക്കെ പെരപ്പണി തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനൊന്നും ആദ്യം വഴികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു നടവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് നേരെ താഴത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പാടാണ്. പാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുഴയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാനുള്ളൊരു ചെറിയ വഴി മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇതിങ്ങനെ ഓരോരുത്തർ സ്ഥലം വിറ്റ് പോയപ്പോഴാണ് ഇങ്ങനെ വഴിയൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ആങ്ങൾക്ക് പെരപ്പണി തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. തറപ്പണിയാണ് ജസ്റ്റ് തുടങ്ങിയിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ അതൊന്നും കാണാലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത് കേട്ടോ. പിന്നെ പാടം അനിയനക്ക് എളാപ്പാക്ക് വെയ്യാതിരിക്കണം, അപ്പോൾ മൂപ്പരൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി പ്ലേസില്ലേ. ഞാനും അനിയത്തിയും കൂടി പറയുന്നു, ഇപ്പം നമുക്കിങ്ങനെ ഈ ടൗണിൻ്റെ പ്രൈവസി ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങളുടെ വന്ന് താമസിക്കാനപ്പോൾ നമുക്ക് എല്ലാവർക്കും താല്പര്യമല്ലേ. അപ്പോൾ ഇത് ഈ കാണുന്ന കിണറുണ്ടോ, ഇപ്പോൾ പാടെ അനിയൻ്റെ തൊടിയാണ് കേട്ടോ. അത് അവിടെയുള്ള കിണറാണിത്. ഈ കിണറിൽ നിന്നാണ് നമ്മൾ മേലേക്ക് ഉമ്മയൊക്കെ പണ്ട് വെള്ളം കോരിക്കൊണ്ടുവരുന്നത് കേട്ടോ. ഒരു കുടം ഒക്കത്ത്, ഒരു കുടം തലയിൽ, ഒരു ബക്കറ്റ് കയ്യിലൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഏറ്റിയിട്ട് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ കുട്ടികളുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇടങ്ങേറായിരിക്കുന്നു കേട്ടോ. വെള്ളത്തിനൊക്കെ വേണ്ടിയിട്ട്, വെള്ളത്തിനും വിറകിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഇടങ്ങേറായിട്ടുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ എന്നൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമുക്കൊന്നും ചെയ്യാൻ വയ്യ അല്ലേ. പണ്ടൊക്കെ എന്നുള്ള ആൾക്കാരെ അവസ്ഥകൾ ആലോചിക്കുമ്പോൾ സങ്കടം തോന്നും കേട്ടോ. ഞങ്ങളൊക്കെ കുറേ വെള്ളം കൊണ്ടുപോകാനൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ, ചെറിയ തൂക്കുകളും ചെറിയ പാത്രത്തിലൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കാണുന്ന പാടാണ്. ഈ പാടത്തിൻ്റെ അക്കരെ നമ്മൾ പുഴയാണ് കേട്ടോ അപ്പുറത്ത്. അപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മേലേക്ക് കയറി പോകുന്ന സമയത്താണ് മേമ പറഞ്ഞത് നിങ്ങൾ നിസ്കാരപ്പാറ കണ്ടില്ലേ എന്ന്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അനിയത്തിക്ക് ഭയങ്കര ത്രില്ലായി അതെന്താന്ന്. അപ്പോൾ ഓൾക്കത് ഓർമ്മയില്ല കേട്ടോ. എനിക്കൊക്കെ ചെറിയൊരു ഓർമ്മ ഉണ്ട് പറഞ്ഞത്. നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പാടൊക്കെ സ്ഥലമായിരുന്നു ഇതൊക്കെ. ഇപ്പോൾ ഇപ്പാടെ ഒരു അനിയൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഈ സ്ഥലമൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഒരു പാറ ഉണ്ടല്ലോ ഈ കാണുന്നത്, നമുക്കൊരാൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ ഇതിൽ അല്ലേ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പപ്പാടെ ഇപ്പാട്ടോ, എൻ്റെ ഇപ്പാടെ ഇപ്പ പിന്നെ വലിയപ്പാടെ ഇപ്പ നിസ്കരിച്ചിരുന്ന പാറയാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ നിസ്കാരപ്പാറ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ആരും കൊണ്ടുവന്നിട്ടോന്നല്ല, ഇവിടെ ആദ്യമുള്ള പാറ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പപ്പാടെ ഇപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ. മരിക്കണ വരെയും കൃഷി ചെയ്തും കൊണ്ടിരുന്ന ഒരാൾ തന്നെയായിരുന്നു. എല്ലാ കൃഷികളും ചെയ്തിരുന്നു കേട്ടോ. ഇതല്ലാതെ വേറെയും പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിടേക്ക് ഒരുപാട് കൃഷി ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പപ്പാടെ ഇപ്പം തന്നെ കൃഷി ചെയ്യണ സമയത്ത് പിന്നെ ഇവിടെ തന്നെ ഒരു കുളം ഉണ്ടായിരുന്നു കേട്ടോ, ഈ പാടത്തന്നെ. അത് ഉണ്ടാക്കിയിട്ട് ഈ കല്ലിൽ വന്നിട്ട് നിസ്കരിക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ര കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നിസ്കാരപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി സ്ഥലമാണ് ഇങ്ങനെ കാണാനില്ലേ. പണ്ട് നമുക്ക് വെറുപ്പ് പിടിച്ചിരുന്ന സ്ഥലങ്ങളിരുന്നു ഇതൊക്കെ. ഇപ്പോൾ നമ്മളിങ്ങനെ ഈ ടൗണുകൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആയി വണ്ടികളുടെ ഇതിൻ്റെ കൊച്ചിൻ ബഹളമൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കിട്ടി ഇവിടെ വീട് വെച്ചിരിക്കാമെന്ന് തോന്നുന്നുണ്ട് അല്ലേ. എല്ലാവരുടെയും അവസ്ഥയാണ് അല്ലേ. പണ്ടൊക്കെ നമ്മൾ ചോർന്ന് ഒലിച്ചിരുന്ന വീടായിരിക്കും ഇപ്പോൾ നമുക്ക് ഏറ്റവും ത്രില്ലായിട്ട് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കയറി വന്നു. പൻ്റെ അനിയനും മേമയാണ് അത് ഓരോട് സംസാരിച്ച് പിന്നെ നമ്മളങ്ങനെ കയറി വന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നപ്പോഴേക്കും മക്കൾക്ക് ഒരാശ എങ്ങോട്ടെങ്കിലും പോകണം, പുഴയൊക്കെ എങ്ങോട്ടെങ്കിലും പോകുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള നമ്മളെ മല്ലിയിലക്കടവ് എന്ന് പറയും കേട്ടോ. അങ്ങോട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ പോയിരുന്നാണ്, ഇപ്പോൾ കുറേ ആയിട്ട് പോയിട്ടില്ല. പക്ഷെ അതൊന്നും അല്ലാതെ നമ്മൾ കാണാത്തൊരു പുഴ ഉണ്ട് കേട്ടോ. നമ്മൾ പോത്തോക്കിക്കാവ് എന്ന് പറയും. പോത്തോയിക്കാവ് എന്ന് ഞങ്ങൾ പറയാം, പോത്തോഴിക്കാവ് എന്ന് അത്ര ശരിക്കും പേര്. അപ്പോൾ അവിടെ തടയണയൊക്കെ വന്നിട്ട് നല്ല രസമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പം എന്നാൽ പിന്നെ അവിടെ കൊണ്ടുപോയി കുട്ടികളൊന്ന് കാണിച്ചു കൊടുക്കുക, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പണ്ട് ഞങ്ങളൊക്കെ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് റമദാൻ മാസത്തിലൊക്കെ ഞങ്ങൾ ബസ്സിന് വരാതെ നടന്ന് വരും കേട്ടോ, സമയം പോകാനും വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നടന്ന് വരുമ്പോൾ നമ്മൾ കുറുക്ക് വഴിക്ക് അവിടുന്ന് ചുങ്കത്തിന് അങ്ങനെ കയറിയിട്ട് പിന്നെ നമ്മൾ വന്ന് കയറുന്ന സ്ഥലമാണ് പിന്നെ ഈ പുഴ കടന്നിട്ട് ഇങ്ങോട്ട് കയറുന്ന ഈ സ്ഥലം കേട്ടോ, ഈ പോത്തോക്കി അമ്പലത്തിൻ്റെ അവിടെ. അപ്പോൾ അതാ ഈ സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വരലും റീൽസ് എടുക്കലും ഒക്കെ ഭയങ്കര ഇതാണെന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു തടയണയാണ്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഇവിടുന്ന് താഴത്തേക്ക് പോകണം ഞങ്ങളുടെ കടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആൾക്കും 4 ആൾക്കും ഒക്കെ താഴ്ചയുള്ള പിന്നെ ആഴമുള്ള പുഴയാണ് കേട്ടോ. പക്ഷേ ഇത് ഈ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആഴമൊന്നുമില്ല. ഈ തടയേണ്ട അപ്പുറത്ത് മാത്രമേ ഉള്ളൂ അരഭാഗം വരെ താഴ്ചയുള്ളത്. പിന്നെ ഇങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്കും ഇരുന്ന് കളിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. സംഭവം അടിപൊളി പ്ലേസ് തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ ചെറിയൊരു ഇതുണ്ടായിരുന്നുള്ളൂ, ഇടവഴി ഉണ്ടായിരുന്നുള്ളൂ. അതിനെ നടന്നിട്ടാണ് ഞങ്ങൾ അക്കരക്ക് കയറിയിട്ട് അങ്ങനെ ഞങ്ങൾ കുറുക്ക് വഴിക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ വീട്ടിലേക്ക്. അപ്പോൾ ഇതിനങ്ങനെ നടക്കുമ്പോൾ അതൊക്കെ ഓർമ്മാനിയത്തി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സ്കൂളിൽ നമ്മളങ്ങനെ വന്നിരുന്നില്ലേ, ഇങ്ങനെ വന്നിരുന്നില്ലേ, അങ്ങനെ പോയിരുന്നില്ലേ, ഇങ്ങനെ പോയിരുന്നില്ലേ എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങനെ കയറിയിട്ട് മണ്ണാർത്തറ എന്ന് പറയുക ആ ഭാഗത്തേക്ക് അങ്ങനെ കയറിയിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നടന്നു വരുന്ന ആൾക്കാരോട് ഞങ്ങൾ എവിടെ നിന്ന് വരുന്നതാണ് ചോദിച്ചപ്പോൾ കോട്ടപ്പാടത്തു നിന്ന് വരുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തു നിന്നും വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ തടയണ വെച്ച കാരണം കൂടി സ്റ്റെപ്പുകളൊക്കെ ഉള്ള കാരണം കൂടി വെള്ളം ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു രസമാണ് അല്ലേ. അപ്പോൾ ആ കാണുന്നതാണ് നമ്മൾ പോത്തോക്കി അമ്പലം കേട്ടോ. നമ്മൾ വന്നിറങ്ങിയ സ്ഥലത്തുള്ള അമ്പലമാണ് ആ കാണുന്നത്. ഇവിടുത്തെയാണ് ഏറ്റവും ലാസ്റ്റത്തെ പൂരം ഈ പോത്തോക്കി അമ്പലം, ഈ പോത്തോഴിക്കാവ് പൂരമാണ് കേട്ടോ. അല്ല ലാസ്റ്റ് പൂരം വരുന്നത്
കുന്നത്തുനിന്ന് എടുത്തിട്ട് കുണ്ടിൽ വെക്കുക എന്ന് പറയും. കുന്നത്തുനിന്ന് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടപ്പാടത്തുള്ള എൻ്റെ ഏട്ടത്തേക്ക് താമസിക്കണം അവിടെയുള്ള പൂരമാണ് ഫസ്റ്റ് പൂരം. അതിപ്പോൾ ഇതാ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൂരാണ്. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് വരുന്ന പൂരാണ് നമ്മളെ പോത്തോക്കി പൂരട്ടോ. അത് ഇടവത്തിൽ ആദ്യത്തെ ചൊവ്വാഴ്ചയാണോ അങ്ങനെ എന്തോണം ഉമ്മ പറഞ്ഞത്. അതായത് മെയ് ജൂൺ ഫസ്റ്റൊക്കെ ആയിട്ടാണ് ആ പൂരം വരിക. അപ്പോൾ അതിപ്പോൾ കഴിഞ്ഞിട്ട് 6 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്കും അടുത്ത പൂരം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കോട്ടപ്പാടത്തെ പൂരം ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് തുടങ്ങുകയാണ്. അപ്പോൾ അതാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള പൂരം. അപ്പോൾ ഞങ്ങൾ പോത്തോക്കി അമ്മനെ കുളിപ്പിക്കുക എന്ന് പറയാം. അന്നത്തെ പൂരത്തിൻ്റെ അന്ന് ഇവിടെ വെച്ചിട്ട് പോത്തോക്കി അമ്മനെ കുളിപ്പിക്കും. ആ കുളിപ്പിക്കുമ്പോൾ ചണ്ടും ചപ്പും ചവറൊക്കെ ഞങ്ങളെ കടവിലേക്ക് അങ്ങോട്ട് വരും. ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കോട്ടെ. ഞങ്ങൾ കടവിൽ ഇറങ്ങി നിൽക്കും. അപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് ഒലിച്ചു വരുമല്ലോ, അത് കാണാനും വേണ്ടിയിട്ടിരിക്കും. ഇതാണ് കേട്ടോ അമ്പലം. അപ്പോൾ ഹിന്ദു മതവിശ്വാസപ്രകാരം അവർക്ക് എന്തൊക്കെ കുറേ പ്രത്യേകതകളുള്ള ഒരു അമ്പലമാണെന്ന് പറയുന്നത് കേട്ടോ. ഞങ്ങളും ഈ പൂരത്തിനൊക്കെ ഞങ്ങൾ നടന്നു വന്നിരുന്നു കാണാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റിയയുടെ ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു 1 മണിയാകുമ്പോഴേക്കും ഗൈഡിൻ്റെ മക്കളെ വീടുന്നുണ്ട് വന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഞാൻ മക്കളെ ഒക്കെ അവിടെ ആക്കി അനിയത്തിനെ ആക്കിയിട്ട് നേരെ DHSക്ക് വന്നു കേട്ടോ. ഇവിടെ കൊണ്ടുപോകാനും വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുമല്ലോ. അപ്പോൾ അവിടുന്ന് അധിക ദൂരമൊന്നുമില്ല, 10-15 മിനിറ്റിൻ്റെ ദൂരം തന്നെ ഉള്ളൂ. പിന്നെ അപ്പോൾ നമ്മളത് അങ്ങനെ ഓളെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. അപ്പോഴേക്കിനൊക്കെ ഓരോരുത്തർക്ക് വിശക്കാനും ദാഹിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പോകാമെന്ന് പറയും. ഈ നായക്കുട്ടിയൊക്കെ ഒരുപാട് നേരം കളിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചെറിയൊരു വീഡിയോ ആണ്. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.